ബാലഗോപാൽ, ഈ അന്നം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ, കർഷകർ വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ. ഉത്തരേന്ത്യയിൽ ഈ കർഷക സമരമൊക്കെയാണല്ലോ ഇന്ത്യ മുന്നണിയുടെ വലിയ കരുത്തായി മാറിയേക്കാമെന്ന് അവർ വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിച്ചത്. ഈ ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് ഇവിടെയൊക്കെ എന്താകും ചിത്രം, അതൊക്കെ അറിയാൻ വലിയ കൗതുകമാണ്. അല്ല രതീഷ്, ഈ റേഷൻ ഒരു വലിയ വിഷയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി വലിയ തോതിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് ഞങ്ങൾ പോയ പല സ്ഥലങ്ങളിലും അത് വാങ്ങിക്കാനുള്ള ആൾക്കാർ വളരെ സജീവമായി തന്നെ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യം, അത് പച്ചരി അരി അല്ലെങ്കിൽ ഗോതമ്പ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 25 കിലോ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇലക്ഷൻ തന്നെ 2 ഘടകമാണ്. ഒന്ന് മോദി വിരുദ്ധർ എന്നുള്ളൊരു ഘടകം, മറ്റൊന്ന് ഈ റേഷൻ എന്ന് പറയുന്നത്. അതായത് കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്, അത് ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന് അതിനൊരു മറുവാദമുള്ളത്, ഞങ്ങളുടെ സമയത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്, അത് ഇവർ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അന്ന് അതിനെ എതിർത്തവരാണ് ഇപ്പോൾ അതിനെ വിജയിപ്പിക്കാനായിട്ട് നടക്കുന്നത്, അതിൻ്റെ നേട്ടം കൊയ്യുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും അത് ഒരു വലിയൊരു സ്വാധീനമായി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്നു, റേഷൻ കാർഡുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇത് പല പക്ഷേ ഇന്നലെ ബീഹാറിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നലെ അനൂപ് പറയുന്നുണ്ടായിരുന്നു. അനൂപ് പറഞ്ഞത് അവിടെ കിട്ടുന്ന അരി അത്ര ഗുണനിലവാരമുള്ളതല്ല എന്നുള്ളതാണ്. അതായത് അതിൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയിരുന്ന പോലുള്ള റേഷൻ അരിയിൽ നിന്ന് കല്ലും മറ്റുമൊക്കെ പിറക്കിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ബീഹാറിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഏത് രീതിയിലായിരുന്നാലും ഈ ഇലക്ഷന് 2 ഘടകങ്ങളിൽ ഒന്ന് ഈ റേഷൻ തന്നെയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കും എന്നുള്ളതും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്.